ഒരിക്കൽ ക്യാമറ എന്നത് എനിക്കൊരു പാഷൻ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അതാണ് എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ജീവിതം. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീള എന്ന ഇൻഡിപെൻഡൻറ്റ് ഷോർട്ട് ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രാഫറും കാതൽ ദി കോർ കൂടാതെ മറ്റ് 3 ഫീച്ചർ ഫിലിമുകളിൽ അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫറുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെയും ടെക്നിക്കലി വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുന്നവരെയും സഹായിക്കാനാണ് ഞാൻ എൻ്റെ സ്വന്തം പ്രൊഫഷണൽ സ്റ്റുഡിയോ തുടങ്ങിയത്. ആ അനുഭവങ്ങൾ തന്നെയാണ് എന്നെ കൂടുതൽ മികച്ചതാക്കിയത്. ആ അറിവുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഒരു മെന്റർ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ക്യാമറ കയ്യിൽ ഇതുവരെ പിടിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ അത്രയും വ്യക്തമായിട്ടാണ് നമുക്കിത് പറഞ്ഞത്. ഒരു മാജിക്കൽ ഐ ആയിട്ട് നമ്മൾ ക്യാമറയെ കാണാൻ ശ്രമിക്കുക. നമ്മൾ കാണാൻ പോകുന്നത് അപ്പർച്ചറിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് അതിന് വേരിയബിൾ ഫോക്കൽ ലെങ്ത് ആണ്. മാമിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് സെറ്റ് ചെയ്യാനും ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യണം, ക്യാമറ കൊണ്ട് ഒരു ഉപജീവന മാർഗം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ കൃത്യമായിട്ടാണ് ഇന്ന് നമുക്ക് പഠിച്ചത്. ലൈറ്റ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ക്രിയേറ്റിംഗ് ഫോട്ടോസ് യൂസിംഗ് ഷാഡോസ്. മൂവ് ചെയ്യുമ്പോൾ ഫേസിൽ വരുന്ന വ്യത്യാസം, ഷാഡോസിൽ വരുന്ന വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒരു ഫ്രെയിമിന് ഭംഗി കൊണ്ടുവരുന്നത് ലൈറ്റ് ആണ്. നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അതിനെ മാറ്റാം. അതിനൊരു തെറ്റുമില്ല, ഒരു ശരിയില്ല. നമുക്ക് ഇത്രയും വാല്യൂസ് തന്നതിന് ഒത്തിരി താങ്ക്സ്. ഒരു കലങ്ങി കിടക്കുന്ന ഒരു സാധനമായിരുന്നു. അതിനെ കറക്റ്റ് ലൈനപ്പിൽ കൊണ്ടുവന്ന് ഒരു ക്ലാരിറ്റി വന്നത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ്. ഇത്രയും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടി. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് റിംഗ് ലൈറ്റ് അല്ല ലൈറ്റിംഗ് എന്നുള്ളത്. സംരംഭകരെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു അധ്യാപിക എന്ന് പറയുന്നത് പുണ്യത്തിന്റെ അങ്ങേറ്റം ചെയ്യുന്നതാണ്. സ്റ്റുഡിയോ ഒന്ന് സന്ദർശിക്കണം, എനിക്ക് അത് വളരെ ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ വലിയ ബേസിക് ആയിട്ടുള്ള ഒന്നും നോളജ് പോലും ഇല്ലാത്ത എനിക്ക് കുറെ അറിവ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോ ഷോട്ടിനും വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് ശരിക്കും ഞാൻ അന്തം വിട്ടുപോയി. അന്ന് ദോഷി ആദ്യമായിട്ടെടുത്ത ഒരു വീഡിയോ ആണ്. എനിക്ക് ദോഷിയെ പരിചയപ്പെടണമെന്നും ദോഷിയുടെ അടുത്ത് പോയിട്ട് റെക്കോർഡ് ചെയ്യണമെന്നും എൻ്റെ മനസ്സിൽ തോന്നിച്ചത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത്രയും പ്രായത്തിലേക്ക് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് തന്നെ. ഇനിയിപ്പോൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ വരുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അത്ര സാധനങ്ങളുടെ എണ്ണം ആവശ്യമില്ല, ഉള്ളതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സാധനം. എന്തായാലും ഈ ഒരു ദിവസം നല്ല വാല്യുബിൾ ആണ്. ഈ ദോഷിയുടെ ക്ലാസ് ഒക്കെ ആദ്യമേ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഭയങ്കര നല്ല ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. ക്യാമറയെ പറ്റി പഠിക്കാനും ഒരു ലൈറ്റ്സിന്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് ഓടിയാൻ കിട്ടി. നമ്മുടെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തു ഒരു പ്രൊഫഷണൽ വീഡിയോ എടുക്കുന്നത് വളരെ നല്ല വാല്യൂസ് കിട്ടിയ ഒരു ക്ലാസ്സാണ്. തിയററ്റിക്കലായിട്ട് ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഒരു വിധത്തിലും ബോറടിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ രസകരമായിട്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മാം പഠിപ്പിച്ചു. ക്വാളിറ്റിയുള്ള ഫോട്ടോസ് എങ്ങനെ എടുക്കാമെന്നും നമുക്ക് വളരെ വ്യക്തമാക്കി ഓരോരുത്തരെ ഫോട്ടോസ് ഫീൽ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ബിസിനസ് ആവശ്യങ്ങൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് ദോഷിയെ കോൺടാക്ട് ചെയ്യാം. ഷീ വിൽ ഹെൽപ്പ് യു. താങ്ക് യു.